സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്ന് ഒറ്റയ്ക്കാണ്. നമ്മുടെ കൂടെ ആരുമില്ല, എക്രിയില്ല, സ്കള്ളില്ല, മിത്തോഗോഡില്ല, അവരാരും ഇല്ല നമ്മൾ. ആൻഡ് ഫോർ എ ചേഞ്ച് നമ്മൾ ആർ വി നേരിട്ടല്ല കളിക്കുന്നത്. നമ്മളിന്ന് വേറൊരു സംഭവമാണ് കളിക്കുന്നത്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. വാവ്, ഇവനെന്താ ചെയ്യുന്നത്? ഡെക്കാൻ വണ്ടി ഇടിച്ച്. സോ ഓക്കെ, ഡിസ്ട്രാക്ട് ആയി പോകുന്നു. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മളിന്ന് കളിക്കുന്നത് ബീം എൻ ജി ഡ്രൈവ് എന്ന് പറയുന്നൊരു ഗെയിമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ചിലവർ കേട്ടിട്ടില്ലായിരിക്കാം. സോ കേട്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ബേസിക്കലി ഇത് പറയാം. ഇതെന്ന് വെച്ചാൽ റാൻഡം സോഫ്റ്റ് ഫിസിക്സ് എന്ന് പറയുന്നൊരു സിമുലേഷനുള്ള ഗെയിമാണ്. ദാറ്റ് മീൻസ് റിയലിസ്റ്റിക് ആയിട്ട് ശരിക്കും ഒരു വണ്ടി ഇടിച്ചാൽ അതിൻ്റെ ഡാമേജ് എങ്ങനെയായിരിക്കുമോ അതുപോലത്തെ തന്നെ പോർട്രേ ചെയ്യുന്ന, ആ സെയിം ഡാമേജ് അതുപോലെ തന്നെ പോർട്രേ ചെയ്യുന്നൊരു ഗെയിമാണ്. സോ ഭയങ്കര രസമായിരുന്നു അത് ഡ്രൈവ് ചെയ്ത് കളിക്കാനും ഓഫ് റോഡ് ചെയ്യാനൊക്കെ നല്ല രസമാണ്. സോ നമ്മൾ എന്താ ഇതിനകത്ത് ചെയ്യുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നമ്മൾ ഇന്ന് ടേസ്റ്റി കോള ഡെലിവറി ചെയ്യാൻ പോവാണ് ഈ റോഡിൽ കൂടെ. ഈ വണ്ടി ഈ യമണ്ടൻ വണ്ടിയുമായിട്ട് നമ്മൾ ഈ ചെറിയ റോഡിൽ കൂടെ ഇത് ഡെലിവറി ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. You sure about that? You sure about that? You sure about that? സോ എല്ലാം സാധനം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. സോറി ഗൈസ്, ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കാറില്ല അങ്ങനെ, അതുകൊണ്ട് കുറച്ച് ടെൻഷൻ ഉണ്ട്. പിന്നെ ഒരു ചെറിയ പനി ലക്ഷണമുണ്ട്. സോ ഇതാണ് നമ്മുടെ ടേസ്റ്റി കോളുടെ ട്രെയിലർ. എല്ലാം സെറ്റപ്പാണ്. ജസ്റ്റ് കയറി ഇരുന്ന് ഓടിച്ചാൽ മാത്രം മതി. പക്ഷേ അതാണ് ടാസ്ക്. നമുക്കപ്പോൾ തുടങ്ങാം. ഇന്റീരിയർ വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് വണ്ടിയുടെ ഇന്റീരിയർ വ്യൂ. കണ്ണടിയൊക്കെ ഉണ്ട് കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സൗണ്ട് നിങ്ങൾ കേക്ക് ഗൈസ്. അയ്യോ, ഇതാണ് നമ്മുടെ വണ്ടി. നമുക്ക് നോക്കാം ഇതെങ്ങനെ പോകുന്നു. നമുക്ക് ഇവിടുന്ന് ആദ്യം ലെഫ്റ്റ് വേണം പോകേണ്ടത്. നമ്മളിവിടെ ഉള്ളത്. നമുക്ക് ലെഫ്റ്റ് പോയിട്ട് നമ്മൾ ഈ റൂട്ട് പിടിച്ച് നമുക്ക് ഇവിടെ എങ്ങാണ്ടാണ് ഡെലിവറി ഉള്ളത്. ഈ ഏരിയയിലാണ് തോന്നുന്നു. ഇവിടെയാണ് ഡെലിവറി ഉള്ളത്. ഇതിനകത്ത് കാണിക്കുന്ന റൂട്ട് നമുക്ക് നോക്കണ്ട. നമുക്ക് നമ്മുടെ സ്വന്തം റൂട്ടിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ടു മേക്ക് ഇറ്റ് മോർ ഇൻട്രസ്റ്റിംഗ്. എത്തുമോ ഇല്ലയോ ദൈവം നമ്പരാൻ അറിയാം. സോ ലെറ്റ്സ് ഗോ. ഇത് 53 ഫീറ്റുള്ള ട്രെയിലറാണ്. സോ അതിൻ്റേതായ പ്രശ്നങ്ങൾ കാണുമെന്ന് നമുക്ക് വിചാരിക്കാം. അയ്യോ, വാവ്, ഇപ്പം തന്നെ പണി കിട്ടിയെന്ന് തോന്നുന്നു ഗൈസ്. വൈഡായിട്ട് എടുക്കണം. ചേട്ടാ നിർത്ത്, മുമ്പോട്ടൊരടി വരരുത്. ഓ ഗോഡ്. നമുക്കൊരു കാര്യം, നമുക്ക് കുറച്ച് റിവേഴ്സ് പോവാം, എന്നിട്ട് വൈഡായിട്ട് എടുക്കാം. ഇയാളിത് ഇങ്ങോട്ടൊരു അടങ്ങ മനുഷ്യ, ഒന്ന് വെയിറ്റ് ചെയ്യ്. ഒരു വലിയ വണ്ടി തിരിക്കുന്ന കണ്ടൂടെ, സാമാന്യ ബുദ്ധിയില്ലേ? ഇവിടെ ഈ പ്രാന്തം കാരണം വണ്ടി എക്രി ഉണ്ടായിരുന്ന ഇപ്പം ഇവനെ തെറി വിളിച്ച. പക്ഷെ ഞാൻ തെറി വിളിക്കാത്തൊരു നല്ല കുട്ടിയായിരുന്നു. ഞാൻ അവനെ തെറി വിളിക്കുന്നില്ല. എടുത്തോണ്ട് പോ. ഓക്സിജൻ മേടിക്കാൻ പോവാണ്, എടുത്തോണ്ട് പോടാ. ആരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ. ഷിറ്റ്, രണ്ട് സൈഡിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ട്. ചേട്ടനിത് എങ്ങോട്ട് വിളയ്ക്കുക? താങ്ക് യു ചേട്ടാ, അത്രയും ഗ്യാപ്പ് ഇട്ടേക്കുന്നുണ്ട്. ഓളിയ ഇത് സീൻ. എന്താ കുറച്ച് മുമ്പോട്ട് പോയി വളയ്ക്കാൻ തോന്നുന്നു. ഓക്കെ, ബമ്പറിനൊരു ഇടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദൈവം സഹായിച്ചു, ഭാഗ്യം. അതിനകത്ത് ക്രാഷ് ബോക്സ് ഇല്ല, രക്ഷപ്പെട്ട്. സോ നമ്മളവിടെ സക്സസ്ഫുള്ളി ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ യാത്ര തുടങ്ങാൻ പോവുകയാണ് ഗൈസ്. സോ ആ കാണുന്ന വൈറ്റ് കളറിലേക്കാണ് നമുക്ക് പോകേണ്ടത് ഗൈസ്. ഞാൻ നോർമലി ഈ സോളോ ടൈപ്പ് ഗെയിംസ് ചെയ്യാൻ ഉള്ളൊരു പ്ലാനിലില്ലായിരുന്നു. പിന്നെ എക്രിയും സ്കള്ളോ ഒന്നും എപ്പോഴും അവൈലബിൾ ആയിരിക്കത്തില്ല. സോ ഞാൻ വിചാരിച്ചു പിന്നെന്താ, നമുക്ക് ചില ഇൻഡി ഗെയിംസ് അല്ല ചില വേറെ ടൈപ്പ് ഓഫ് ഗെയിംസ് കൂടെ എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ
ഇത് ചെയ്യുന്നത്. പിന്നെ എനിക്ക് പേഴ്സണലി ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ബ്രേക്ക് കിട്ടുന്നില്ല ഗൈസ്. ഇതൊക്കെ പുഷ്പം പോലെ ആയിരുന്നു. നമ്മൾ ലോ റേഞ്ച് കൊണ്ട് ഹൈ റേഞ്ച് കൊണ്ട് ഇല്ല. ആൻഡ് ഗൈസ്, എൻ്റെ ട്രക്ക് ഡ്രൈവിംഗ് സ്കിൽസിനെ കുറിച്ച് നിങ്ങളൊന്നും പറയണ്ട. എനിക്കൊരു കോപ്പും അറിയത്തില്ല ട്രക്ക് ഓടിക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ ലോ റേഞ്ച് മോഡ് എനിക്കറിയാം. പക്ഷേ ട്രക്കിൻ്റെ ആ ഒരു ആസ്പെക്റ്റിലോട്ട് വരുമ്പോൾ എനിക്ക് അത്ര പിടിയില്ല. ഐ എം വെരി ന്യൂ. നല്ല രീതിയിൽ എൻജിൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ തന്നെ മനസ്സിലായി. നമുക്ക് ഓ ഗോഡ് ചേട്ടാ, അവിടെ ബ്ലോക്ക്. നമ്മൾ ബ്ലോക്കൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ 2 ഹോണൊക്കെ അടിച്ച് ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ എടുത്തോണ്ട് ചേട്ടൻ എന്താ മുമ്പോട്ട് വരുന്നത്? ചേട്ടാ ഓവർടേക്ക് ചെയ്യുക, അടങ്ങ് ചേട്ടാ. നമുക്ക് സോറി ചേച്ചി, അല്ല ചേട്ടാ, ഹൂവർ യു ആർ, ചേച്ചി ചേട്ടാ. ഇതൊക്കെ നമ്മൾ പുഷ്പം പോയിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളതിനെക്കുറിച്ച് ടെൻഷനാവാൻ പാടില്ല. ടെൻഷനാണ് വണ്ടികളെ വഴിതെറ്റിച്ച് വിടുന്നതെന്നാണ് പറയാറുള്ളത് ഗൈസ്. പക്ഷേ എനിക്കറിയാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഈ റോഡ് കുറച്ച് വൈഡാണ്. എന്തിനാടാ വേട്ടാവളിയ? ആ ഭ്രാന്തനതിൻ്റെ റോഡിന് നിനക്ക് ബ്രേക്ക് പിടിച്ച് നമ്മുടെ വണ്ടിക്ക് ഹെഡ്ലൈറ്റ് പോയി ഗൈസ്. നമ്മുടെ ഹെഡ്ലൈറ്റ് ഒരെണ്ണം പോയി. വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, വീട്ടിൽ കൊണ്ടുവരോ? ചേട്ടാ മുമ്പോട്ട് എടുത്തോണ്ട് വരാതെ ഞാനൊന്ന് പൊക്കട്ടെ. അവന് 2 തട്ട് കൊടുത്തു ഗൈസ്. വണ്ടി ഓടിക്കാൻ അറിയാൻ വയ്യാത്ത ചേട്ടാ. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഗോയിങ് ഫോർവേഡ് ഈ റോഡുകൾ ഭയങ്കര നാരോ ആവും. ലൈക്ക് ഭയങ്കര ചെറുതാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ട്രെയിലർ വെച്ചിട്ട് നമുക്ക്, നിങ്ങൾ അവിടെ തന്നെ ഉണ്ടെന്ന് പമ്പയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് വളയ്ക്കാനുള്ളൊരു സ്പേസ് ഇല്ലായിരുന്നു. സോ അതിനെക്കാട്ടി നാരോ ആകുകയാണ് റോഡുകൾ. സോ നമുക്ക് നോക്കാം നമുക്ക് എത്താൻ പറ്റുമോ ഇല്ലയോ. നമ്മൾ പ്രിറ്റി ഗുഡ് സ്പീഡിലാണ് പോകുന്നത്, 60 ഈശ്വര. പക്ഷേ 60 പോകണം. ഇവിടെ നമ്മൾ സ്ലോ ആയിട്ട് പോയി കഴിഞ്ഞാൽ കയറത്തില്ല. കാരണം നമ്മൾ ഇത്രയും വെയിറ്റ് ഉള്ള വണ്ടിയല്ലേ എടുക്കുന്നത്, വെയിറ്റ് ഉള്ള ട്രെയിലറല്ലേ ഹോൾ ചെയ്യുന്നത്. ചേട്ടാ നോ സോറി, കേട്ടിട്ട് മറുതരാം. സ്മൂത്ത് ഡ്രൈവ്, സ്മൂത്ത്. തട്ടിയില്ല. A few moments later. നമുക്ക് വേറെ ചാലഞ്ചസ് ട്രൈ ചെയ്യാം. ഈ ഗെയിമിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ലൈക്ക് ഫ്രീ മോഡുണ്ട്, ആബ്സല്യൂട്ട്ലി ഫ്രീ. ലൈക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സാൻഡ് ബോക്സ് ടൈപ്പ് ഫ്രീ മോഡുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫ് റോഡ് ചെയ്യണമെങ്കിൽ ഓഫ് റോഡ് ചെയ്യാം, വണ്ടി ഇടിപ്പിക്കണമെങ്കിൽ വണ്ടി ഇടിപ്പിക്കാം, റേസ് ചെയ്യണമെങ്കിൽ റേസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതെന്തൊരു ആട്ടം വരുന്നു. ഓക്കെ, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇതെന്ത് തേങ്ങയാണ്, ഇതെങ്ങനെ എടുക്കും ഗൈസ് നമ്മൾ? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. പുറകിലത്തെ ടയർ നല്ല രീതിയിൽ സ്പിൻ ചെയ്യുന്നുണ്ട്. ഗൈസ്, ട്രക്ക് ഡ്രൈവിംഗ് എക്സ്പെർട്സ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യണമെന്നൊന്നും എനിക്ക് പറഞ്ഞു തരണേ. കാരണം വണ്ടി മുമ്പോട്ട് പോകുന്നില്ല. ഡിഫറൻഷ്യൽസിൽ ഓക്കെയാണോ? അതായിരുന്നു ചെയ്യേണ്ടത്. ഏതാ റെട്രോ നാളെ തൊട്ട് ലോറി ഓടിക്കാൻ പോവാ. ഇവന് എന്ത് മണപ്പിച്ചോണ്ടിരിക്കുവോ ഇവിടെ? റിവേഴ്സ് എടുക്കും മോനെ. എന്താ മോനെ? ചേടാ ഷിറ്റ്, ഹൈ ക്ലച്ച് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പക്ഷെ അവനെ നമുക്ക് കൊന്നേ പറ്റൂ ഗൈസ്. ഐ എം സോറി ഗൈസ്. എല്ലാവരുടെയും എൻ്റെ നമ്പർ ഞാൻ തരാം, എല്ലാവർക്കും പൈസ അയച്ചു തരുന്നതായിരിക്കും. നമുക്ക് ഈ ലോഡ് എത്തിച്ചേ പറ്റൂ. ടേസ്റ്റി കോള കിട്ടാതെ കുറേ പിള്ളേർക്ക് ദേഷ്യം വരും. അവരുടെ സന്തോഷമാണ് എനിക്ക് വലുത്. ടേസ്റ്റി കോള ആർക്കും കിട്ടാതിരിക്കരുത്. ടേസ്റ്റി കോള എല്ലാവരും കുടിക്കണം. എന്താ പെട്രോൾ പമ്പ് എത്തി. കാറിന്റെ ഷോറൂം മലയുടെ മണ്ടയ്ക്ക. വാവ്, ഒന്നും പറയാനില്ല. ആൻഡ് വി ആർ ആക്ച്വലി ഡൂയിങ് ഗുഡ്. നമ്മുടെ ഒരു ഹെഡ്ലൈറ്റ് മാത്രമേ ഇതുവരെ പൊട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് നമുക്ക് എത്ര സ്ഥലം നമുക്ക് കാണാം. ഞാനിതിന് അപ്പുറത്തെ സൈഡ് പോകണം. സോറി ചേട്ടാ.
ഞാനിവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. ഓ നോ, ഞാൻ അവിടെ റോഡ് കാണുന്നു. അത്രയും ചെറിയ റോഡിൽ കൂടെ തിരിച്ചെടുക്കാൻ കുറച്ച് പാടായിരിക്കും. ബ്രേക്ക് 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 റെട്രോ ബ്രേക്ക് റെട്രോ 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 റെട്രീ പോയി ഗൈസ്. A few moments later. രക്ഷപ്പെട്ട് ഗൈസ്, രക്ഷപ്പെട്ട് ഗൈസ്. റീസെറ്റൊക്കെ കണ്ടുപിടിച്ചാൽ ദൈവം സഹായിട്ടെ. എൻ്റെ പൊന്നളിയ, അപ്പുറത്തുനിന്ന് വണ്ടി വരുന്നില്ലെങ്കിൽ നമ്മൾ സേഫാണ്. എടുത്തോണ്ട് പോരട്ടോ. അപ്പുറത്തുനിന്ന് വണ്ടി വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. നോ ആക്സിലേറ്റർ ഇൻപുട്ട്. നമ്മൾ സീനായിട്ട് പോവാണ്. ഉയ്യോ ഈശ്വര, ബ്രേക്ക് അളിയ. A few moments later. അയ്യോ ഈശ്വര. ഗൈസ്, നമ്മൾ പിന്നെ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ വണ്ടി വെച്ചത് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ലോ റേഞ്ച് മോഡും ഡിഫറൻഷ്യലും ഓൺ ആക്കിയിടാം. ഓ കയറൂടെ, കയറും. ലെറ്റ്സ് ഗോ റെട്രോ. അത്രേ ഉള്ളൂ. വള എന്റെ പൊന്നടിയാ വളച്ച്. സുഭാഷ് നമ്മുടെ ടെമ്പറേച്ചർ കത്താൻ തുടങ്ങിയിട്ടുണ്ട്. What? Bro, what are you talking about, man? സോറി, ക്ലച്ച് കത്താൻ തുടങ്ങിയിട്ടുണ്ട്. ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ റോഡ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫുൾ ട്രക്കിന്റെ വീതിയേ ഉള്ളൂ ഈ റോഡിന്. മനസ്സിലായില്ലേ? അപ്പുറത്തുനിന്ന് ഒരു ചേട്ടൻ വരുന്നുണ്ട്. നമുക്ക് പതുക്കെ സൈഡാക്കി കൊടുക്കാം. ചേട്ടാ പൊക്കോ. ഗുഡ്. പൊക്കോ. ഈ ഓണൊക്കെ അടിച്ചോ. ബ്രേക്ക് ചവിട്ട് റെട്രോ. ഒരു ഡാമേജ് പോലും ഇല്ലാതെ നമ്മൾ എത്തിയെന്ന് തോന്നുന്നു ഗൈസ്. Flashback. അയ്യോ ഈശ്വര. നമ്മളിവിടാണ് ഈ കൺസ്ട്രക്ഷൻ പണിക്കാർക്ക് ജ്യൂസ് കൊടുക്കാനാണ് വന്നത്. ഇൻഡിക്കേറ്റർ ഇടുക. നമുക്ക് റിവേഴ്സിൽ കയറ്റാം. കുറച്ച് പ്രൊഫഷണൽ ആവട്ടെ. അയ്യോ, കല്ല് റെട്രോ, കല്ല്. നമ്മുടെ പെട്രോൾ ടാങ്ക് അല്ലേ അത്? ആയിരുന്നു ഗൈസ്. റെട്രോ വണ്ടി മാറ്റ്. ഈശ്വര,